ഇസ്ലാമാബാദിൽ ചർച്ചകൾക്കുള്ള സാധ്യതകൾക്കിടയിൽ കടലിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇറാന്റെ വേദനാജനകമായിട്ടുള്ള ആ ഒരു പ്രഷർ പോയിന്റിനുമേൽ അമേരിക്ക വീണ്ടും സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വാർത്തകൾ പുറത്തു വരുന്നു. ഇസ്ലാമാബാദിൽ ചർച്ചകൾക്കുള്ള സാധ്യതകൾക്കിടയിൽ യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. യുഎസ് സെൻട്രൽ കമാൻഡിന് ലഭിച്ച വിവരമനുസരിച്ച് ഏപ്രിൽ 24-ന് യുഎസ് നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ USS റാഫേൽ ഇറാനിയൻ പതാകയുള്ള ഒരു കപ്പൽ കടലിന്റെ നടുവിൽ തടഞ്ഞിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഏപ്രിൽ 1 മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിൽ യുഎസ് നാവിക ഉപരോധം നടപ്പാക്കി വരികയാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയും വ്യാപാരവും പരിമിതപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ തന്ത്രത്തിന് കീഴിൽ ഇതുവരെ ഡസൺ കണക്കിന് കപ്പലുകൾ നിർത്തിവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ ഏറ്റവും പ്രധാന സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കാണ് ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ ആഘാതം കാണപ്പെടുന്നത്. ആഗോള എണ്ണ LNG വിതരണത്തിന്റെ ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ അമേരിക്കൻ ഉപരോധം കാരണം ഇവിടത്തെ കപ്പൽ ഗതാഗതത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. ഏപ്രിൽ 22-നും 23-നും ഇടയിൽ 7 കപ്പലുകൾക്ക് മാത്രമേ ഈ പാതയിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. വിതരണ തടസ്സം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വാതക വിലകളും ഉയരുകയാണ്. ഇത് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും പാകിസ്ഥാൻ വഴിയുള്ള വീണ്ടും ഒരു ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അമേരിക്ക രണ്ടും കൽപ്പിച്ച് ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിക്കാൻ ഇറങ്ങുകയാണ് എന്നാണ് ഇറാൻ ലോക മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്.